ചേറ്റൂർ ശങ്കരൻ നായരിലൂടെ അല്ലെങ്കിൽ EVയിലൂടെ വരുന്ന ഒരു പദ്ധതിയല്ല എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. കാരണം നേരത്തെ തന്നെ പട്ടേലിനെ ഏറ്റെടുത്തു, പട്ടേൽ പ്രതിമ കൊണ്ടുവരുന്നു, പട്ടേൽ എന്തോ ഒരു BJPയുടെ പഴയ നേതാവാണെന്നുള്ള തോന്നൽ പോലും ഇനി വരുന്ന തലമുറയ്ക്ക് ഉണ്ടായി പോകുന്ന തരത്തിൽ പട്ടേലിനെ ഏറ്റെടുത്തു കഴിഞ്ഞു. അതിനുശേഷം 2024 നരസിംഹറാവുന് PV നരസിംഹറാവുന് ഭാരതരത്ന കൊടുക്കുകയാണ്. ഏതാണ്ട് സമ്പൂർണ്ണമായി നരസിംഹറാവുവിനെ ഏറ്റെടുത്ത മട്ടിലാണ് പിന്നീട് കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത്. അതുമാത്രമല്ല, കൃത്യമായി പറഞ്ഞത് ഈ നെഹ്റു ഗാന്ധി കുടുംബത്തിൻ്റെ ഒരാധിപത്യം മാത്രമാണ് കോൺഗ്രസിൽ അവശേഷിക്കുന്നത്, മറ്റുള്ളവരെ മുഴുവൻ അവർ അവഗണിക്കുകയായിരുന്നു എന്നത്. അതിനൊരു കാരണം സനീഷ് കഴിഞ്ഞ തവണ ഇതുപോലെ ചേറ്റൂരിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ ലൈവായി നിൽക്കുന്ന ഒരു കുടുംബം എന്ന് പറയുന്നത് ഗാന്ധി നെഹ്റു കുടുംബമാണ് രാഷ്ട്രീയത്തിൽ. അതിനപ്പുറത്ത് ബാക്കിയുള്ളവരെല്ലാവരും ഈ എല്ലാവരെയും കൂടി അക്കോമഡേറ്റ് ചെയ്ത് എല്ലാ ദിവസവും ഇവരുടെ എല്ലാം അനുസ്മരണം നടത്താൻ കോൺഗ്രസിന് പറ്റില്ല. അങ്ങനെയാണ് പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം വേണ്ട എന്ന് നോക്കേണ്ടി വരും. കാരണം അത്രയധികം നേതാക്കളുള്ള മഹാപ്രസ്ഥാനമായിരുന്നു കോൺഗ്രസ്. അതുകൊണ്ട് അവർക്ക് ഇങ്ങനെയൊക്കെ പറ്റൂ തൽക്കാലം. അപ്പോൾ അത് പറ്റുന്നത് പോലെ കേരളത്തിൽ ചെയ്യുന്നുണ്ട്. മറ്റുള്ളിടത്ത് പോലെയല്ലേ, ചേറ്റൂരിൻ്റെ അനുസ്മരണം മുടങ്ങാതെ കൃത്യമായി ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ അനുസ്മരണവും കൃഷ്ണൻ എഴുത്തച്ഛൻ്റെ അനുസ്മരണവും മുടങ്ങാതെ കേരളത്തിൽ നടക്കുന്നുണ്ട്. എന്നിട്ട് പോലും അവരെ അടിച്ചു മാറ്റുക എന്നുള്ളതാണ്. അതായത് അതിനകത്ത് പ്രധാനമായിട്ടും അവർ ഉദ്ദേശിക്കുന്നത് ഇത് മാത്രമല്ല കേട്ടോ. ഇപ്പോൾ ഈ മസൂരിയദ്ദീൻ പാസി എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന നേതാവ്, കോൺഗ്രസ് നേതാവ്, അദ്ദേഹത്തിൻ്റെ അനുസ്മരണം BJP കഴിഞ്ഞ വർഷം മുതൽ BJP നടത്താൻ ആരംഭിച്ചു. അതായത് സ്വാതന്ത്ര്യ സമരത്തിലെ അവരുടെ പങ്കാളിത്തത്തെ ഉറപ്പിക്കാൻ തക്കവണ്ണമുള്ള ഇടപെടൽ നടത്തുക. ഭയങ്കര ക്ഷമയുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ RSS എന്ന് പറയുന്നത്. അവർക്ക് ദീർഘകാലത്തേക്ക് കാത്തിരിക്കാനുള്ള ശേഷിയുള്ളവരാണ്. ഒരുപക്ഷെ കേരളത്തിലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകളെ പോലെയൊന്നും അല്ല. കാരണം ഒരുമിച്ചുണ്ടായ പ്രസ്ഥാനങ്ങളാണ് രണ്ടും. പക്ഷേ ഇവിടെ രാജ്യ അധികാരം പിടിച്ചു RSS എന്നുള്ളത് ഓർക്കണം. അപ്പോൾ അവർക്ക് കാത്തിരിക്കാനുള്ള ക്ഷമ 100 വർഷത്തിന് അപ്പുറവും കാത്തിരിക്കാനുള്ള ക്ഷമ കൂടുതലാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? സനീഷ്, ഇപ്പോഴത്തെ കാലം അങ്ങ് പോകും. ഒരു 20 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ, ഈ കേരളത്തിലെ BJP ഓഫീസിന്റെ ചുമരുകളിൽ ഇവരുടെയൊക്കെ പടം കാണും. ഇത് BJP നേതാക്കളാണ്. ഇവരാരാണെന്നാണ് ഈ പടത്തിലിരിക്കുന്ന ആരാണ്? സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു എന്ന് പറയാൻ പറ്റും. ആ ചരിത്രത്തിൽ അവർക്ക് അവരുടെ പങ്കാളിത്തം ഉറപ്പിക്കാൻ പറ്റും. ഇത് ഏതെങ്കിലും തരത്തിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വപ്നത്തിൽ പോലും ഈ നിലയ്ക്ക് ഒരു ഏറ്റെടുക്കൽ ഉണ്ടാവുമെന്ന് കരുതിയിട്ടുണ്ടോ? ഇനിയിപ്പോൾ പത്മജ വേണുഗോപാൽ K കരുണാകരന്റെ ഫോട്ടോ ഉറപ്പായിട്ട് കൊണ്ടുപോയി BJP ഓഫീസിൽ വെക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അതായത് നമ്മുടെ കാലത്ത് നമ്മൾ കണ്ട ഏറ്റവും ഉറച്ച കോൺഗ്രസ് നേതാവായിരുന്നു ലീഡർ. എന്ന് വെച്ചാൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ആരാണ്? അത് ലീഡർ K കരുണാകരനാണ്. പക്ഷേ ഈ K കരുണാകരന്റെ രാഷ്ട്രീയ ഗുരുവാണ് കൃഷ്ണൻ എഴുത്തച്ഛൻ. അദ്ദേഹത്തിന് ആണ് ഇപ്പോൾ BJP ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, K കരുണാകരനെയും ഇങ്ങനെ പോയാൽ ഇവർ കൊണ്ടുപോയി BJPയുടെ ഓഫീസിൽ പ്രതിഷ്ഠിക്കും. പിന്നെ ഒരു 10-20 വർഷം കഴിഞ്ഞ് വരുന്ന ആളുകൾ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന K കരുണാകരൻ അവിടം വരെ നിൽക്കും. പക്ഷെ അത് ഇരിക്കുന്നത് BJPയുടെ ഓഫീസിലാണ് എന്നതുകൊണ്ട് അവർക്കൊരു ചരിത്ര പുനഃസൃഷ്ടി നടത്താൻ പറ്റുമെന്ന് തന്നെയാണ് അവർ കരുതുന്നത്.